കടന്നു വരുവാൻ അവിടെ ഞങ്ങൾക്ക് ഇടയാക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. കാലാവസ്ഥയുടേതായ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച് കാലാവസ്ഥ അനുകൂലമാക്കി യേശുമത്തിയിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് തുറന്നുള്ള ശുശ്രൂഷകൾക്കായി അവിടുത്തെ പാദപുരത്തിലായിരിക്കാൻ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഈ തുറന്നുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന അവിടുത്തെ അഭിഷിക്തദാസന്മാരെ അതിനെ അവിടുത്തെ അഭിഷേക ശക്തിയാൽ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വലിയ നന്മകൾക്കായി സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ട സഭ എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. അവരെ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ പിന്നെയും അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന വലിയ നന്മകൾക്കായി സ്തോത്രം. പ്രത്യാശയോടെ നിറയ്ക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. മഹത്വപ്പെടുത്തതിനായി സ്തോത്രം. യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളുടെ ദേഹവിയോഗം നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും ദുഃഖത്തിലേക്ക് നയിച്ച ഒരു കാര്യമാണ്. മണ്ണനാട് ഇമ്മാനുവേൽ സഭയിലെ ഒരു അംഗമെന്ന നിലയിൽ പ്രിയ മാതാവിനെ എനിക്ക് ദീർഘവർഷങ്ങളായി പരിചയം. അപ്പോൾ തന്നെ കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവഞ്ചൂർ സഭയിലെ സഭാ ശുശ്രൂഷയ്ക്ക് വന്ന സമയത്ത് സഹോദരിയുടെ ഭവനത്തിൽ പലവട്ടം പോകുവാനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷിനുവുമായിട്ടൊക്കെയുള്ള നല്ല പരിചയവും സ്നേഹബന്ധവും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരുടെ വീടിന്റെ മുറ്റത്ത് ഞങ്ങൾ പലവട്ടം പരിശോധനകൾ നടത്തിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. സഹോദരി സമാജത്തിന്റെ പ്രവർത്തകർ ആ വീട്ടിലെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവഞ്ചൂർ സഭയിലെ ഒരു വീട് അതിന്റെ തൊട്ട് ചേർന്ന് തന്നെ ഉള്ളത് കൊണ്ട് അവിടെ വിസിറ്റിങ്ങിന് പോകുമ്പോഴും സഹോദരിയെ കാണാറുണ്ട്. തൻ്റെ ജീവിതത്തിന്റെ വേദനയും പ്രയാസവുമേറിയ കാലഘട്ടങ്ങളിലൊക്കെ കർത്താവിൽ ആശ്രയിച്ച് ശരണപ്പെട്ടും താൻ പ്രത്യാശയോടെ ജീവിക്കുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്താവ് തന്നെ തന്റെ സന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കുവാൻ ഇടയായിട്ടുണ്ട്. നിരാശയോടെയല്ല, പ്രത്യാശയോടെയാണ് നാം ഇന്ന് പകൽക്കാരുടെ ആയിരിക്കുന്നത്. ഇന്ന് അല്പ സമയം മുമ്പ് മറ്റൊരു മൃതദേഹം സംസ്കരിപ്പാൻ എനിക്കിടയായി തീർന്നു. ഇങ്ങനെ ലോകത്തിൽ അനേകം ആളുകൾ, നമ്മുടെ പ്രിയപ്പെട്ടവരായ നിരവധി ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്ന് കടന്നു പോകും. അതുവരെ ദൈവത്തിന് പ്രകാരം പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്കിടയാവട്ടെ. 90-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: നീ മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാണ്. അപ്പൊ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നതായിരിക്കുന്ന മറ്റൊരു വാക്യം 10-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന്, പൊടിയിലേക്ക് മടങ്ങി ചേരുന്ന ഒരു അനുഭവമുണ്ട്, പറന്നു പോകുന്ന ഒരു അനുഭവമാണ്. രണ്ട് അനുഭവങ്ങളാണ്. ഈ ശരീരം ഇത് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചതാണ്. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? മെനഞ്ഞു, സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അബ്രഹാം ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ പൊടിയും വെണ്ണീറുമാകും. ഞാൻ പൊടിയും വെണ്ണീറുമാകും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യമാണെന്നാണ് എന്റെ ഓർമ്മ. പൊടിയിലേക്ക് മടങ്ങി ചേരും. അടുത്തൊരു വൈദ്യുത ശ്മശാനമുണ്ട്, അത് വെണ്ണീറാണ്. ഒന്നുകിൽ പൊടി അല്ല വെണ്ണീർ. മനുഷ്യ ശരീരത്തിന്റെ അവസാനത്തെ അവസ്ഥയാണ്. ശരീരത്തിന്റെ അവസ്ഥ അതാണ്. പക്ഷേ ആത്മാവിന്റെ അവസ്ഥ അതല്ല. അത് ദൈവസന്നിധിയിലേക്ക് പറന്നു പോവുകയാണ്. കഴിഞ്ഞ ദിവസം തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നായിരിക്കുന്ന ആത്മാവ് വിശ്രമസ്ഥലത്തേക്ക് കടന്നു പോകാനിടയായി. ദൈവം ഒരുക്കിയ ഇടത്ത് എന്റെ ആത്മാവ് ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അത് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് കർത്താവിനോടുകൂടെ വസിപ്പാനായിട്ടുള്ള കർത്താവിന്റെ വരവിന് വേണ്ടി ഈ ശരീരവും നമ്മൾ ഓരോരുത്തരും, ഈ പ്രകൃതിയെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുക. പ്രിയമുള്ളവരെ, ഒരു ദിവസം കർത്താവ് വരും. ആ ആത്മാവ് തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് താൻ ഇപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടാൽ മുഖപരിചയം ഉണ്ടോ അതുപോലെയുള്ള മുഖപരിചയത്തോടു കൂടെ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തോടുകൂടെ കർത്താവിനോടുകൂടെ അനേകം ഭക്തന്മാരോടുകൂടെ കർത്താവിന്റെ ആത്മാവുമായിട്ടായി ജീവിക്കാനിടയായി തീരും. അത് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയും. എന്നാൽ മനുഷ്യന്റെ ആയുസ് 70 ഏറെയായാൽ അതിന്റെ പ്രതാപം നമുക്കറിയാം എന്താണ്. പക്ഷെ
അത് കഴിയുമ്പോൾ ഇത് തീരും. 960 വർഷം ജീവിച്ചിരുന്നതായിരിക്കുന്ന മനുഷ്യരേഖവും അതുപോലെ തന്നെ 175 വർഷം ജീവിച്ചിരുന്ന അബ്രഹാമോ 120 വർഷം ജീവിച്ചിരുന്ന മോശയോ ഒക്കെ ഈ മണ്ണിലേക്ക് ചേരുവാനിടയായിട്ട് അനേക ഭക്തന്മാർ പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. യേശു പ്രവാചകന്മാരൊക്കെ ഉയർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഉയർച്ച പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് പിന്നെ എന്ത് ചെയ്തു? മരിച്ച് മണ്ണിലേക്ക് മടങ്ങിച്ചു. എന്നാൽ നമ്മള് അവരിലല്ല ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചതല്ല. ഇവിടെ കയറി വരുവീനെന്ന് പറയുന്നത് കർത്താവ് വിളിക്കുമ്പോൾ ലാസറെ പുറത്തു വരിക എന്ന് വിളിക്കുന്നത് പോലെ കാഹളനാദത്തിന്റെ ശബ്ദത്തിങ്കിൽ മരിച്ചവരെ മുഴുവൻ ദൈവം വിളിക്കുമ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാരെ നിങ്ങൾ എഴുന്നേറ്റ് വരുവീൻ എന്ന് പറയുമ്പോൾ ഈ മാതാവ് എഴുന്നേറ്റ് വരും. ഭക്തന്മാർ ശരീരം തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. അതാണ് ക്രിസ്തീയ പ്രത്യാശ. ആ പ്രത്യാശയോടുകൂടി നമുക്ക് യാത്ര ചെയ്യാം. എന്നാൽ കുടുംബാംഗങ്ങൾക്ക്, പ്രിയ മകൾക്ക് ഒക്കെ വലിയ ദുഃഖപ്രകൃതിയിലുണ്ട്. ദൈവം ഒരു ആശ്വസിപ്പിക്കണം. കുറവുകൾ ദൈവം നികത്തട്ടെ, ദൈവം സമാധാനം തരട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. യോവേൽ പാസ്റ്റർ പരിശുദ്ധ പിതാവാം ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ മാതാവിന്റെ ഭൗതിക ശരീരവുമായി ഞങ്ങൾ ഈ സമയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവ് 75 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിരുപ്പാൻ തിരുവിന് ഭാഗ്യം കൊടുക്കും. ശിശുവായി, ഒരു യൗവനക്കാരിയായി, ഒരു മാതാവായി, ഒരു വല്യമ്മയായി ജീവിതത്തിൽ നാളുകൾ കഴിക്കുവാൻ ഇടയാക്കില്ല കർത്താവെ. എന്നാൽ തന്റെ ഓട്ടം തികച്ചു. ഈ കാലഘട്ടങ്ങളിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഭരണാടത്തിന്റെ ജീവിതം ഉണ്ടെന്നുള്ള വിശ്വാസവും ആ വിശ്വാസം നിമിത്തം കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ നാളുകളോട് അധ്വാനിപ്പാൻ നിന്റെ മകളെ തിരുവിനിടയാക്കിയല്ലോ. ആരാധനകളിൽ സംബന്ധിക്കുവാൻ, ദൈവദാസന്മാരെ മാനിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവജനത്തെ മാനിക്കുവാൻ കർത്താവ് കുഞ്ഞുങ്ങളെ വളർത്തുവാനൊക്കെ ഇതിനു വേണ്ടി ഭാഗ്യം കൊടുത്തു. തന്റെ ഓട്ടം തികച്ച് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് കഴിഞ്ഞ ദിവസം ചേർക്കപ്പെടുവാനായാലോ ഈ ഭൗതിക ശരീരമായി ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നു. ഇന്ന് കാലം കർത്താവെ, ഈ ഭൗതിക ശരീരം മണ്ണിനോട് ചേരുവാൻ ഏൽപ്പിക്കപ്പെടുന്ന സമയത്ത് ദൈവകൃപത്തിന്റെ മക്കളും പകരമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷപ്പാനുള്ള ദാസന്മാരെ തിരുവിനെ വിലപ്പെടുത്തല്ലോ. ഭവനത്തിന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹമാക്കി തീർത്തു ആശ്വാസവചനങ്ങളെയും ആശ്വാസ ഗീതങ്ങളെയും ചൊല്ലുവാൻ കർത്താവിടെ ആക്കിയല്ലോ. അനന്തരമായ അവസാന ശുശ്രൂഷയ്ക്കായി കടന്നു ദാസന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദാസനത്തിന് വേണ്ടി അനുഗ്രഹിക്കുമാറാകണമേ. മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു കർത്താവെ ആ ശുശ്രൂഷ ഭംഗിയോടെ നിറവേറ്റുവാൻ ഇതുവരെ തിരുവിനെ സഹായിച്ചല്ലോ. ബന്ധുമിത്രാദികളായ ചാർച്ചക്കാരായി സഭാവിശ്വാസികളായ ദൈവദാസന്മാരെ വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ നല്ല പ്രത്യാശയുടെ ദിനത്തിൽ കർത്താവെ ലക്ഷോപലക്ഷം വിശുദ്ധന്മാര് ആകാശമേഖലകളിൽ എടുത്തുകൊള്ളപ്പെടുന്ന വൻ പുനരീര് മകളെ കാണുന്ന പ്രത്യാശയോടെ ഞങ്ങളിവിടെ സംസ്കരിക്കുന്നു. കൃപ കൊണ്ടിരിക്കണമേ. സഹകരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അനുഗ്രഹങ്ങളോടെ വർണ്ണയിക്കുമാറാകണം. സമാധാനത്തോടെ മടങ്ങുവാണിന് വേണ്ടി കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു രക്ഷണ നാമത്തിൽ തന്നെ. ആരെങ്കിലും ഇനി മൃതദേഹം കാണാനുണ്ടോ? അറിവില്ല എന്ന് മനസ്സിലാക്കുന്നു. ആദ്യപ്പെടുത്ത് താഴെ വെക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ചില വേദഭാഗങ്ങൾ കൂടെ പരസ്യമായിട്ട് വായിക്കട്ടെ. കുരുതിയ ലേഖനം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭവനം പന്നഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായി എടുക്കപ്പെടുന്നു. ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയും. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ട് ഉടുപ്പുള്ളവരായിരിക്കുന്നെങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം അതിനുമീതെ ധരിപ്പാൻ വാഞ്ചിക്കും. ഒരുപാടല്ല മാത്രമല്ല ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ചിക്കയാൽ ഞങ്ങളെ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങും. അതിനാൽ ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിന് അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴേക്കും കർത്താവിനോടാകുന്ന പരദേശികളായിരിക്കുന്നെന്ന് അറിയും. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കും. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു.
അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അത് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്കെതിരെ ലേഖനം വളരെ പ്രത്യാശയുള്ളതായിരിക്കുന്നതിന് വേണ്ട വാക്യമാണ്. ക്രിസ്തീയ പ്രത്യാശയോട് വെളിപ്പെടുന്നുണ്ട്. തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിലുള്ള വാക്യം സിലേവസ് പാസ്റ്റർ വായിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. വലിയ പ്രത്യാശയുടെ വാക്കുകളാണ്, ഉറപ്പ് നൽകുന്ന വാക്കുകളാണ്. പൗലോസ് വലിയ വെളിപ്പാട് പ്രാപിച്ച വ്യക്തിയാണ്. കൃത്യമായ വെളിപ്പാടുകളാണ് ഇവിടെ പ്രസാരം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രഖ്യാപിച്ചതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 29 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. പിതാവ് മരിച്ചവർക്ക് ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവരെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നെ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറയിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. മുഖം മൂടാനായിട്ടുള്ള സമയമാണ്.
സഹോദരി അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ കർത്താവിന്റെ മധ്യാകാശത്തിലെ വരവിന്റെ നാളിൽ നിനക്കളോ പ്രാപിക്കേണ്ടതിനായി കല്ലറുകളെ വിട്ട് എഴുന്നേറ്റ് വരികയും ചെയ്യുക. നീ പൊടിയാകുന്നു, ഈ പൊടിയിലേക്ക് മടങ്ങിച്ചേരുകയും ചെയ്യുവാറാകട്ടെ. മണ്ണാകുമീ ശരീരം മണ്ണോട് ചേർന്നാലുമേ മണ്ണാകുമീ ശരീരം മണ്ണോട് ചേർന്നാലുമേ താകളം തുണിക്കിടുമ്പോൾ രജസിലുയർക്കുമേ. ആമേൻ. താകളം തുണിക്കിടുമ്പോൾ രജസിലുയർത്തുമേ. വിശുദ്ധരെല്ലാരും വിശുദ്ധരെല്ലാരും തേജസ്സിലുയർത്തുമേ. ഈ കല്ലറകളിൽ അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ, വിശ്വാസികൾ, സഹോദരി സഹോദരന്മാർ ഒക്കെ അടക്കപ്പെട്ടിട്ടുണ്ട്. മണ്ണാട് സഭയിലെ ദൈവമക്കൾ പലരായി ഇതിനു മുൻപേ ഇവിടെ അടക്കപ്പെട്ടു.